ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാലുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ്. ഉസ്താദേ, അതൊക്കെ ഈ പാല് കുടിക്കുക, പാല് കുടിച്ചാലുള്ള ഗുണങ്ങൾ, പാല് അധികരിച്ചാലുള്ള എന്തെങ്കിലും ദോഷഫലങ്ങൾ, ഇതൊക്കെ ഡോക്ടർമാർ പറയേണ്ടതല്ലേ? നമ്മുടെ ഈ ഇസ്ലാമിക ചർച്ചയിൽ പാലിന് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടാവാം. പാലുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ദീനിൽ പറഞ്ഞതുപോലെ ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പാലിനെപ്പറ്റി അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയണോ? കേട്ടോ നോക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഖൈറും സലാമത്തും ഏറ്റി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗം പ്രദാനിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയുന്നത് പാലുമായി ബന്ധപ്പെട്ട ചില അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പാലെന്ന് നമ്മൾ മലയാളത്തിൽ പറയും, മിൽക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും, ലബൻ എന്ന് അറബിയിൽ പറയും, ദൂതെന്ന് ഹിന്ദിയിൽ പറയുന്ന ആ വസ്തു. നമ്മൾ എല്ലാവരും പാല് കുടിച്ചവരാണ്. നമ്മളെല്ലാവരും ജനിച്ച് ഏകദേശം 2 വയസ്സോ അല്ലെങ്കിൽ 2-ൽ താഴെയോ 1.5 വയസ്സോ അല്ലെങ്കിൽ 1 വയസ്സ് വരെയൊക്കെ എന്തായാലും നമ്മൾ ഉമ്മയുടെ പാൽ, അമ്മിഞ്ഞപ്പാൽ കുടിച്ചിട്ടുണ്ട്. ആ ഒരു അമ്മിഞ്ഞപ്പാലിൻ്റെ ഗുണം ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ ഉൾപ്പെടെ ഹദീസുകളിലും ഒക്കെയായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മയുടെ ബാധ്യതയാണെന്നാണ്, അല്ലാതെ സുന്നത്താണെന്നല്ല. ഉമ്മയുടെ ബാധ്യതയാണ് തൻ്റെ കുട്ടിക്ക് 2 വയസ്സ് വരെ, അത് മാക്സിമമാണ് 2 വയസ്സ് വരെ, 2-നേക്കാൾ കൂടുതലാവണ്ട, 2 വയസ്സ് വരെ എങ്കിലും ഒരു പ്രയാസം, ബുദ്ധിമുട്ടില്ല എങ്കിൽ ഉമ്മ പാല് കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മളൊക്കെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചവരാണ്. ശേഷം നമ്മൾ ആട്ടിൻ പാല് കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ പശുവിൻ്റെ പാല്, കവർ പാലൊക്കെ ആയിരിക്കാം. കവർ പാലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിൽമയാവട്ടെ മറ്റേത് പാലാണെങ്കിലും അതെല്ലാം എല്ലാ പാലും മിക്സ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ എരുമപ്പാലുണ്ടാകും, ആട്ടിൻ പാലുണ്ടാകും, പശുവിൻ്റെ പാലുണ്ടാകും. പിന്നെ നമ്മുടെ തമിഴ്നാടോ കർണാടകയൊക്കെ വരുന്ന സ്ഥലത്ത് നിന്ന് എല്ലാ പാലും മിക്സ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ വരിക. അപ്പോൾ നമ്മളൊക്കെ പാല് കുടിക്കാറുള്ളവരാണ്. ഈ പാലെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ മലയാളികൾ പറയുന്നത് സമീകൃത ആഹാരം എന്നാണ്. അത് നല്ലൊരു വാക്കാണ്, സമീകൃത ആഹാരം. എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്, അല്ലെങ്കിൽ വെള്ളമാണ്, അല്ലെങ്കിൽ മരുന്നാണ്. ഇത് 3ആയിട്ടും പാലിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതൊരു ഭക്ഷണമാണ്, വെള്ളമാണ്, മരുന്നാണോ മരുന്നാണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം പറയാം. അപ്പോൾ പാല് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ്. പക്ഷേ പലപ്പോഴും പാല് കുടിക്കൽ, അധികരിക്കൽ കൊണ്ട് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വിശുദ്ധമായ ദീനും നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്നത്തെ നമ്മുടെ ഡോക്ടർമാരും അതൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. മൊത്തത്തിൽ പാലിനെ എടുത്തു കഴിഞ്ഞാൽ പാലിൽ പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം ഉണ്ട്, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ B12, അതുപോലെ പൊട്ടാസ്യം, ഫോസ്ഫറസ്, നിയാസിൻ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള, പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് പാല് എന്നുള്ളത്. നമ്മുടെയൊക്കെ ശരീരത്തിലെ ഏകദേശം എല്ലാ പാർട്സിനും, നമ്മുടെ പല്ല്, നമ്മുടെ എല്ല്, നമ്മുടെ നഖം, നമ്മുടെ മുടി, നമ്മുടെ മസിൽസ്, നമ്മുടെ കണ്ണ്, നമ്മുടെ ത്വക്ക്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ എല്ലാത്തിനും വളരെയധികം ഗുണമുള്ളതാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും എല്ലാവർക്കും ഗുണമുള്ള ഒരു വസ്തുവാണ് പാല് എന്നുള്ളത്. ഹൃദയാഘാതം തടയാനും പക്ഷാഘാതം ഇല്ലാതാക്കാനൊക്കെ ഈ പാലിന് കഴിവുണ്ട് എന്നാണ്. എന്നാൽ ഈ പാല് കുടിക്കുന്നത് അധികരിച്ചാലോ അതും വലിയ പ്രശ്നമുണ്ടാകും. അധികരിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ടുണ്ടാവും. കുടലിൽ രോഗമുള്ള ആളുകൾക്ക് ആ രോഗം വർദ്ധിക്കാൻ കാരണമാണ്. അതുപോലെ വൃക്കയിലെ, കിഡ്നിയിലെ കല്ലുള്ള ആളുകൾക്ക് വലിയ പ്രശ്നമുണ്ടാകും. അതുപോലെ പേൻ അധികരിക്കാൻ ഇത് കാരണമാണ്. ഇതൊക്കെ സ്ഥിരമായി പാല് കുടിച്ചു കഴിഞ്ഞാലുള്ള ദോഷവശങ്ങളാണ്. കാരണം ഇന്നത്തെ പാലെന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന പാല്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ ഒരു പശുവിനെയൊക്കെ വളർത്തി ഒരു പാല്, അല്ലെങ്കിൽ ആടിനെ വളർത്തിയാൽ കിട്ടുന്ന പാലെന്ന് പറഞ്ഞാൽ ഒരു ഔഷധ ഗുണം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്.
ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വൈക്കോല് കൊടുക്കാറുണ്ട്, അതുപോലെ പിണ്ണാക്ക്, പുഷ്ടിയൊക്കെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ പറമ്പിലും നമ്മുടെ കാടുകളിലൊക്കെ മേഞ്ഞ് നടന്ന് ഔഷധ സസ്യങ്ങളെല്ലാം കഴിച്ചിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന, ആ മൃഗത്തിൽ നിന്നും ഉണ്ടാകുന്ന പാലാണ് ഏറ്റവും നല്ല ഔഷധമുള്ള പാലെന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ പാലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാല് അതൊന്ന് പരിശോധിച്ചാൽ മതി. നമുക്ക് തന്നെ ഇപ്പോൾ പാല് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പരിശോധിക്കാനുള്ള ട്രിക്ക് വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയാൽ തന്നെ നമുക്കത് നോക്കാനേ തോന്നില്ല. നോക്കിയാൽ തന്നെ അതിൽ ഭൂരിഭാഗം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പാലും അതിലൊക്കെ ഒരുപാട് മായങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയപ്പെട്ട ഗുണങ്ങൾ നമുക്ക് പാല് കുടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തു തന്നെയാണെങ്കിലും പാലെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പാൽ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നൊരു മതമാണ്. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നി അഅലമു മാ യജ്സിഉ മിനത്ത്വആമി വശറാബി ഇല്ലൽ ലബൻ. ഭക്ഷണമായും വെള്ളമായും മതിയാകുന്ന ഒരു വസ്തുവാണ് പാല് എന്നുള്ളത്. പാല് അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് വെള്ളമായിട്ട് ഉപയോഗിക്കാം. വിശപ്പും കെടും ദാഹവും കെടുമെന്നാണ്. വിശപ്പും കെടും ദാഹവും കെടുമെന്നാണ്. എന്ത്? നല്ല വിശപ്പുള്ള സമയത്ത് ഒരു ഗ്ലാസ് പാല് കുടിച്ചു നോക്കിയേ നമ്മുടെ ആ വിശപ്പും ദാഹവും കെട്ടുപോകുമെന്നാണ്. കാരണം ഇത് ദഹിക്കാൻ, ഈ പാല് ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കും, സമയം അധികരിക്കണം. പ്രത്യേകിച്ച് ഒട്ടകപ്പാലും എരുമപ്പാലൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം അത് ദഹിക്കാൻ വേണ്ടി എടുക്കുമെന്നാണ്. അപ്പോൾ വയറ് നിറഞ്ഞതുപോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്കുണ്ടാവുക. വിശുദ്ധമായ ഖുർആനിൽ തന്നെ പാലിനെ പറ്റി അല്ലാഹു തആല പറയുന്ന സ്ഥലത്ത് കാണാം ഇബ്റത്ത് എന്നാണ്. ഇബ്റത്ത് എന്താ? ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ, ഇബ്റത്ത് എന്ന വാക്കിൻ്റെ ഒരു അർത്ഥത്തിൽപ്പെട്ടതാണ് ഷിഫാ, അതായത് രോഗശമനം, മരുന്ന്, ഔഷധം. അപ്പോൾ പാല എന്താണ്? അത് മരുന്നാണ്, അത് വെള്ളമായിട്ട് ഉപയോഗിക്കും, അത് ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് സ്വാഭാവികമായൊരു സംശയം ഉണ്ടാകും, ഉസ്താദേ ഒരുപാട് പാല് നമ്മൾ വാങ്ങാറുണ്ട്, കുടിക്കാറൊക്കെ ഉണ്ട്. ഏറ്റവും നല്ല പാൽ ഏതാണ്? ഒട്ടകത്തിൻ്റെ പാലാണോ, അല്ലെങ്കിൽ പശുവിൻ്റെ പാലാണോ, എരുമയുടെ പാലാണോ, ആട്ടിൻ പാലാണോ? ഏതിനാണ് ഔഷധ ഗുണമുള്ളത്? ഇവിടെ മഹത്തുക്കൾ പറയുന്നു നല്ല സ്വഭാവമുള്ള, അതായത് ചില ആടിനും അതുപോലെ തന്നെ പശുവിനൊക്കെ ഒരു വിറളി പിടിച്ച സ്വഭാവം ഉണ്ടാകും. അങ്ങനെയുള്ള മൃഗമല്ല, നല്ല സ്വഭാവമുള്ള, സ്നേഹമുള്ള, നല്ല ഔഷധ ചെടികൾ കഴിക്കുന്ന മൃഗത്തിൻ്റെ, യുവത്വമുള്ള മൃഗത്തിൻ്റെ പാലാണ് ഏറ്റവും നല്ലതെന്നാണ്. വ്യത്യസ്തമായ മൃഗങ്ങളുടെ പാലിന് വ്യത്യസ്തമായ ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക. പശുവിൻ പാല് കുടിച്ചാൽ കിട്ടുന്ന ഗുണമല്ല ആട്ടിൻ പാല് കുടിച്ചാൽ. ആട്ടിൻ പാല് കുടിച്ചാൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ആയിരിക്കില്ല ഒട്ടകത്തിൻ്റെ പാല് കൂടി. ഒട്ടകത്തിൻ്റെ പാലിനെന്ന് പറഞ്ഞാൽ അല്പം ഉപ്പ് രസം ഉണ്ടാകും, അതോടുകൂടി തന്നെ അല്പം ചൂടുള്ള പാലാണത്. എന്നാൽ ഈ പശുവിൻ്റെയും ആടിൻ്റെയും പാലെന്ന് പറഞ്ഞാൽ ഒരു നേരിയ മധുരം ഉണ്ടാകും, അതൊരു തണുത്ത പ്രകൃതമുള്ള വസ്തുവാണ്. ഇതൊക്കെ ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇളം മധുരമുള്ള, അതുപോലെ നല്ല വെളുത്ത നിറമുള്ള, യുവത്വമുള്ള മൃഗത്തിൻ്റെതായ ഔഷധ ചെടികൾ കഴിക്കുന്ന മൃഗത്തിൻ്റെ പാലാണ് ഏറ്റവും നല്ലതെന്നാണ്. പിന്നെ ഈ പാല് എപ്പോഴാണ് കുടിക്കേണ്ടത്? ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടന്നാൽ നല്ല ഉറക്കം കിട്ടുമെന്നാണ്. സത്യത്തിൽ അങ്ങനെ ഉണ്ടോ? ഇത് പല ഡോക്ടർമാരും അതിന് എതിരെയും പറയുന്നുണ്ട്. കാരണം പാലെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ദഹന ശക്തി കൂടുതൽ വേണ്ട ഒരു വസ്തുവാണ്. നല്ല ദഹനം വേണം, അത് സമയമെടുക്കും അതൊന്ന് ദഹിക്കാൻ. അപ്പോൾ നമ്മളത് പാല് കുടിച്ച ഉടൻ തന്നെ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ ആ പാല് ദഹിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കില്ല, അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഗ്ലാസ്, അതായത് രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഒരു ഗ്ലാസ് പാല് കുടിക്കലാണ് ഏറ്റവും നല്ലത്. ഡോക്ടർമാരൊക്കെ അങ്ങനെ പറയുന്നവരുമുണ്ട്. ഒരു സംശയം, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഗ്ലാസ് പാല് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും കൊടുത്താൽ എന്താണ് പ്രശ്നം? എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചില ഉമ്മമാരെങ്കിലും ഉണ്ടാവാം. ഞാൻ പറയട്ടെ, മുതിർന്ന ആളുകൾ പാല് കുടിക്കുന്നതും കുട്ടികൾ പാല് കുടിക്കുന്നതും നമ്മൾ വ്യത്യാസമുണ്ട്. മുതിർന്ന ആളുകളേക്കാൾ കൂടുതൽ ദഹനശക്തി ഉള്ളത് കുട്ടികൾക്കാണ്. കുട്ടികളുടെ ഭക്ഷണമൊക്കെ വേഗം ദഹിക്കും. അത് അവർക്ക് പെട്ടെന്ന് എന്താ പറയുക, ദാഹിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് വിശക്കുന്നതൊക്കെ അങ്ങനെയാണ്. നമുക്കൊരു പൊറോട്ട കഴിച്ച കുറേ നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അങ്ങനെയല്ല. ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദഹിക്കും.
അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും വിശക്കും. അപ്പോൾ എന്താണ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല ആരോഗ്യത്തിന് പാല് കൊടുക്കുക, എല്ലാ ദിവസവും പാല് കൊടുത്താലും പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. നമ്മെ വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പാല് എത്രമാത്രം അധികരിക്കുന്നോ എല്ലാ ദിവസവും ഒക്കെ ഇങ്ങനെ 41 ദിവസം തുടർച്ചയായി കുടിച്ചാൽ അയാൾക്ക് മറവി രോഗം ഉണ്ടാകുമെന്ന് പോലും ചില കിതാബുകളിൽ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാത്തൊരു പാല് കൂടിയാണെന്ത്, അവരുടെ ഉമ്മയുടെ മുലപ്പാല് കുടിക്കുക, അമ്മിൻ്റെ പാല് കുടിക്കുക. ഇന്നത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അമ്മിൻ്റെ കൊടുക്കുക, മുലപ്പാല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും മടിയാണ്, അല്ലെങ്കിൽ നാണമാണ്. ഇന്ന് പല ആളുകൾക്കും മടിയാണ്. എന്താ, സൗന്ദര്യം കുറഞ്ഞു പോകും, ശരീരം ശോഷിച്ചു പോകും, ക്ഷീണിച്ചു പോകും, അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ വടിവൊക്കെ ഒന്ന് മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞ് പല സ്ത്രീകളും അത് കൊടുക്കുന്നില്ല. അത് ശുദ്ധ അപരാധമാണ് എന്നാണ് പറയാനുള്ളത്. കാരണം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹൗലൈനി കാമിലൈൻ എന്നാണ്. ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കേണ്ടത്, അമ്മിഞ്ഞപ്പാല് കൊടുക്കേണ്ടത് ഹൗലൈനി കാമിലൈൻ, അതായത് പൂർണ്ണമായ 2 വർഷം എന്നാണ്. പൂർണ്ണമായ 2 വർഷം. ഇനി എന്തെങ്കിലും ഒരു കാരണം ആ ഉമ്മക്ക് ഉണ്ടായാൽ, ചിലപ്പോൾ എന്തെങ്കിലും രോഗമുണ്ടായി, അല്ലെങ്കിൽ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി, ആ സമയത്ത് ചിലപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ചിലപ്പോൾ അത് പൂർണ്ണമായും പാല് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഒഴിച്ച് ഒരു ഉമ്മക്ക് ആരോഗ്യമുണ്ട് എങ്കിൽ അവർ 2 വർഷം പൂർണ്ണമായും അവർ പാല് കൊടുക്കേണ്ടതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ തടയാൻ പാടില്ല. കുട്ടിയുടെ അവകാശമാണ് മുലപ്പാല് കൊടുക്കുക എന്നുള്ളത്, കിട്ടുക എന്നുള്ളത്. പിന്നെ പാല് കൊടുക്കുന്ന ഉമ്മമാരോട് എനിക്കൊന്ന് പറയാനുണ്ട്. അതായത് നല്ല മനസാന്നിധ്യത്തോടു കൂടി ചെയ്യേണ്ട ഒരു അമലാണെന്നാണ്. നിങ്ങൾക്കത് വലിയ പ്രതിഫലമുള്ളൊരു കാര്യമാണ്. ആ ഓരോ നുണയലും ആ കുട്ടി ഇങ്ങനെ നുണയുന്ന സമയത്ത് ഒരു തസ്ബീഹിൻ്റെ പ്രതിഫലം, ചൊല്ലിയ പ്രതിഫലം പോലും കിട്ടുമെന്നൊക്കെ ചില ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ആ സമയത്ത്, അതായത് കുട്ടി ഇങ്ങനെ പാല് കുടിക്കുന്ന സമയത്ത് ഉമ്മ ചിന്തിക്കുന്ന ചിന്തകൾ ആ കുട്ടിയെ സ്വാധീനിക്കുമെന്നാണ്. അതുകൊണ്ട് ആ സമയത്ത് മറ്റുള്ളവരുടെ കുറ്റം പറയാനോ, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടോ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കരുത്. ആ സമയത്തുള്ള ചിന്ത കുട്ടിയുടെ ആ വളർച്ചയെ ബാധിക്കുന്നതാണ്. നല്ല ചിന്ത, ദിക്റുകൾ മനസ്സിൽ കരുതി, അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലി, അല്ലെങ്കിൽ ഖുർആൻ ഓതിയോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മുലപ്പാല് കൊടുക്കാൻ. പിന്നെ പ്രസവിക്കപ്പെട്ട ഉടൻ തന്നെ ഒരു മഞ്ഞപ്പാല് എന്ന് പറയാറുണ്ട്. മഞ്ഞപ്പാല് അതെന്താണ്, അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗുണമുള്ളതാണ്. അത് കൊടുക്കൽ ഏറ്റവും കൂടുതൽ അനിവാര്യമാണ്, നിർബന്ധമായും കൊടുക്കണമെന്നാണ്. പിന്നെ 2 വയസ്സിനേക്കാൾ കൂടുതൽ ഉമ്മ കുട്ടിക്ക് മുലപ്പാല് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടാകും. ചില ഉലമാക്കൾ പറയുന്നു, 2 വയസ്സിനേക്കാൾ കൂടുതലായി ഉമ്മ മുലപ്പാല് കൊടുത്താൽ കുട്ടിക്ക് സ്ത്രൈണ സ്വഭാവം കൂടുമെന്നാണ്. സ്ത്രൈണ സ്വഭാവം, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ചില പൗരുഷ സ്വഭാവം അവർക്ക് അനിവാര്യമാണ്. ധൈര്യം, ഒറ്റക്ക് പോകാൻ ഒരു ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട സമയത്ത് ഒരു ദേഷ്യം വരണം. അതൊക്കെ എന്താണ്, ഒരു പൗരുഷ സ്വഭാവമാണ്. ഈ പൗരുഷ സ്വഭാവം ഇല്ലാതാകും. എങ്ങനെ? ആണിനും പെണ്ണിനും ഇല്ലാതാകും. എപ്പോൾ? 2 വയസ്സിനേക്കാൾ കൂടുതലായി ഉമ്മ കുട്ടിക്ക് മുലപ്പാല് കൊടുത്താൽ. ആ കുട്ടി വളർന്നാൽ ഈ ഒരു ധൈര്യം ഇല്ലാതെയാകും എന്നൊക്കെ കിതാബുകളിൽ കാണുവാൻ സാധിക്കും. പിന്നെ ഉസ്താദെ, പല ആളുകളും പറയാറുണ്ട്, പല ഉമ്മമാരും സഹോദരിമാരൊക്കെ ദുആ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഇതിന് മാർഗമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈ മുലപ്പാല് ഇല്ലാതാകുന്ന, പ്രത്യേകിച്ച് ഈ ആദ്യത്തെ പ്രസവമൊക്കെ കഴിയുമ്പോൾ പല സഹോദരിമാരും പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് മുലപ്പാലില്ല, അതിന് എന്തെങ്കിലും മരുന്നുണ്ടോ? പല പൊടികളൊക്കെ കലക്കി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് പാലില്ലാത്തത് കൊണ്ട് പൊടി ഹോസ്പിറ്റലിൽ നിന്നും കലക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഗർഭിണികളായ സഹോദരിമാർ എന്ത് ചെയ്യണം? നമ്മുടെ ഈ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വാങ്ങൂലേ കടല 2 തരത്തിൽ, ഒന്ന് വെള്ളക്കടല, തടിച്ചിട്ടൊരു വെള്ള കളറുള്ള കടലയുണ്ട്, അല്ലാതെ അല്പം തടി കുറഞ്ഞ് ചെറിയ കടല. നമ്മൾ സാധാരണ കടല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നില്ലേ ഒരു ബ്രൗൺ കളർ, കറുപ്പ് കളറുള്ള. അതെന്ത് ചെയ്യുക? തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിറ്റേന്ന് രാവിലെ അതിൻ്റെ തൊലി കളഞ്ഞ് അത് അരച്ച് പാലിൽ, ഏത് പാലാവട്ടെ, ആട്ടും പാലാവട്ടെ പശുവും പാലാവട്ടെ, പാലിൽ കലക്കി നിങ്ങളൊരു 7 ദിവസം കുടിച്ച് നോക്കുക. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാകുന്നതാണ്. പിന്നെ ഇനി വിശുദ്ധമായ ഖുർആനിലേക്ക് നമുക്ക് പോവാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നു, പാലുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ. ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. ഈ പാലിന് മറ്റ് ഭക്ഷണങ്ങളുമായി
താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഒരു ഗുണമുള്ളത്, ഒരിക്കലും തൊണ്ടയിൽ കെട്ടാത്ത ഒരു ഭക്ഷണമാണ്, ഒരു വെള്ളമാണ് പാലെന്ന്. ഇപ്പോൾ നമ്മൾ നല്ല ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിക്കില്ല, പറഞ്ഞിങ്ങനെ അല്ലേ, തൊണ്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് പലപ്പോഴും വെള്ളം തൊണ്ടയിൽ കെട്ടാറുണ്ട്. ഇറക്കാൻ ഒരു പ്രയാസം വരുന്നൊരു സന്ദർഭമുണ്ട്. ചിലപ്പോൾ ഭക്ഷണം ഇങ്ങനെ നമുക്ക് കഴിച്ച് അവസാനം തൊണ്ടയിൽ കെട്ടും, പെട്ടെന്ന് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാത്തൊരു വസ്തുവാണ് പാല്. എത്ര വേഗത്തിൽ കുടിച്ചാലും എത്ര കൂടുതൽ കുടിച്ചാലും തൊണ്ടയിലൂടെ സുഗമമായി പോകുന്ന ഒരു വസ്തുവാണ് പാലെന്നുള്ളത്. അത് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. സായിഗൻ ലിശാരിബിൻ എന്നാണ്, അതായത് കുടിക്കുന്നവർക്ക് ഒരു പ്രയാസമില്ലാത്ത ഒരു വസ്തുവാണ് പാലെന്നുള്ളത്. പിന്നെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പാൽ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു അത്ഭുതം പറയുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വ ഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. അതായത് ഒരു മൃഗത്തിൻ്റെ അകിടിൽ നിന്നും വരുന്ന പാലിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? അത് വലിയൊരു അത്ഭുതമാണെന്നാണ്. കാരണം ആ മൃഗത്തിൻ്റെ ശരീരത്തിലുള്ള കാഷ്ടത്തിൻ്റെയും ആ മൃഗത്തിൻ്റെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെയും ഇടയിൽ നിന്നാണ് ശുദ്ധമായ പാലിനെ അല്ലാഹു തആല മനുഷ്യർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. അല്ലേ, എത്ര വലിയ അത്ഭുതമാണ്! അപ്പോൾ ഒരു ബ്ലേഡ് എടുത്ത് മൃഗത്തിൻ്റെ അകിടിൽ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ പാല് കാണാൻ പറ്റില്ല, അത് രക്തമായിരിക്കും വരിക. രക്തത്തിൻ്റെയും അതിൻ്റെ കാഷ്ടത്തിൻ്റെയും ഇടയിൽ നിന്നാണ് ശുദ്ധമായ പാല് അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ളത്. എത്ര വലിയ അത്ഭുതമാണ് അല്ലേ! പാല് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 സുന്നത്തുകളുണ്ട്. പാല് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 സുന്നത്ത് പഠിച്ചോ. ഒന്നാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം, ബിസ്മി പറഞ്ഞിട്ട് വേണം പാല് കുടിക്കാൻ. രണ്ടാമത്തേത് വലത് കൈ കൊണ്ട് വേണം പാല് കുടിക്കാൻ, വലത് കൈ കൊണ്ട് വേണം ഇരിക്കണം. മൂന്നാമത്തേത്. നാലാമത്തേതെന്ന് പറഞ്ഞാൽ അല്പമായിട്ട് പാല് കുടിക്കണം. അഞ്ചാമത്തേത് ഈ പാല് കുടിച്ചതിന് വായ നല്ലതുപോലെ ശുദ്ധിയായി കഴുകണമെന്നാണ്. കാരണം പാലെന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ളതാണ്. ആ കൊഴുപ്പ് വായിൽ ഇരുന്നാൽ പല്ലിന് കേടുവരാൻ സാധ്യതയുണ്ട്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ വായ കൊപ്പിളിച്ച് കഴുകിക്കളയുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഏഴാമത്തേത് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദുആയുണ്ട്. പാല് കുടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ദുആ ഉള്ളത്. മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ദുആ ഇല്ല. അത്രമാത്രം പ്രത്യേകത പാലിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഏതാണ് പാല് കുടിച്ചു കഴിഞ്ഞാലുള്ള ദുആ? നമ്മുടെ മക്കൾക്കൊക്കെ പലപ്പോഴും അറിയാം ഈ ദുആ. ഏതാണ് ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുവേ ബാരിക് ലനാ ഫീഹി, അല്ലാഹു ഈ പാലിൽ, ഞങ്ങൾ കുടിച്ച ഈ പാലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വസിദ്നാ മിൻഹു, ഇത് ഞങ്ങൾക്ക് നീ അധികരിപ്പിച്ച് തരണേ അല്ലാഹ് എന്നാണ് ആ ദുആഇൻ്റെ അർത്ഥം. ഇത് നബി തങ്ങൾ ചൊല്ലാറുള്ള ദുആയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദുആ മറന്നു പോവാൻ പാടില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ അഫ്ളലു ത്വആം ഖൈറു ത്വആം ഖൈറു ശറാബ് എന്നൊക്കെ, അതായത് ഏറ്റവും ഉന്നതമായ ഭക്ഷണം അല്ലെങ്കിൽ ഏറ്റവും ഖൈറായ പാനീയമാണ് ഈ പാലെന്നുള്ളത്. ബറക്കത്തുള്ള വസ്തുവാണെന്നാണ്. ബറക്കത്തുള്ള വസ്തു, സ്വർഗത്തിൽ പാലിൻ്റെ നദിയുണ്ടെന്നാണ്. ഹൗദുൽ കൗസറിനെ പറ്റി പറയുമ്പോൾ പാലിനേക്കാൾ വെളുത്ത നിറമാണെന്നാണ് പറയുക. ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അല്ലാഹു തആല ജിബ്രീലിൻ്റെ കയ്യിലൂടെ 2 പാത്രം കൊടുത്തു. ഒന്ന് പാലിൻ്റെ പാത്രവും 2 മദ്യം നിറച്ച പാത്രവും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുത്തത് പാലായിരുന്നു. ശുദ്ധ പ്രകൃതിയാണ് പാലെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പാലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണങ്ങൾ വിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ഭക്ഷണമാകുന്ന പാല്, ഒരു വസ്തുവാകുന്ന പാല്, ഈ പാല് കൊണ്ട് നമ്മൾ വീട് താമസിക്കുമ്പോൾ പാല് കാച്ചുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉസ്താദേ? ഈ പാല് കാച്ചൽ ചടങ്ങ്, പാല് കാച്ചൽ ചടങ്ങ് പുതിയ വീട്ടിൽ കയറുന്നതിന് മുമ്പ്, അവിടെ താമസിക്കുന്നതിന് മുമ്പ് പുതിയ വീട്ടിൻ്റെ അടുക്കളയിൽ അടുപ്പിൽ, ഗ്യാസിലല്ല അടുപ്പിൽ വിറക് വെച്ച് മൺകലത്തിൽ പാല് തിളപ്പിച്ച് ആ തിളച്ച പാല് പുറത്തേക്ക് വന്ന് അടുപ്പിൽ വീഴണം. ഈ ചടങ്ങ് ഇസ്ലാമിൽ ഉണ്ടോ? ഈ ചടങ്ങ് ഇസ്ലാമിൽ ഇല്ല എന്നാണ് ഉത്തരം. അതായത് പുതിയ അടുക്കളയിൽ അടുപ്പിൽ മൺചട്ടി, മണ്ണിൻ്റെ കലം, അത് വെച്ച് പാല് തിളപ്പിച്ച് ആ പാല് തിളച്ച് എന്ത് ചെയ്യുക? ഈ അടുപ്പിൽ വീഴണം. ഈ ഒരു ചടങ്ങ് ഇത് ഹൈന്ദവ സഹോദരന്മാർ അവരുടേതായ ആരാധനയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ഇത് ഇസ്ലാമിൽ ഇല്ല. പക്ഷേ
ഇനി കേട്ടോ, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് വിശുദ്ധമായ ഖുർആനൊക്കെ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഖൈറു ത്വആം അഫ്ളലു ത്വആം, ഭക്ഷണത്തിൽ വെള്ളത്തിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു വസ്തുവാണ് പാല്. ഈ ബറക്കത്തുണ്ടെന്നാണ്, പാലിൽ ബറക്കത്തുണ്ടെന്നാണ്. ഈ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ, ഭക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ ഈ പാല് ഒരു പുതിയ വീട്, ആ വീടിൻ്റെ അടുക്കളയിൽ നമുക്ക് അടുപ്പിൽ വെക്കണമെന്നില്ല, ഗ്യാസിൽ തന്നെ വെച്ചാലും മതി. ഗ്യാസിൽ അതൊരു മൺകലം വേണമെന്നില്ല, സാധാ നമ്മൾ പാല് തിളപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രമായാലും മതി. അതിൽ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് അത് പുറത്തേക്ക് കവിഞ്ഞു പോവണമെന്നോ അത് അടുപ്പിൽ അതൊന്നും പാടില്ല. അതൊക്കെ ഹൈന്ദവരുടെ ആചാരമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അള്ളാഹു തആല ഹലാലാക്കിയ, അള്ളാഹിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഈ പാല് അല്പം എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് നമ്മുടെ പുതിയ വീട്ടിൽ ഒരു ബറക്കത്തിനായി അത് തിളപ്പിച്ച്, ആ തിളച്ച പാല് കുറേശ്ശെ കുറേശ്ശെ മധുരമൊക്കെ ഇട്ടിട്ട് നമ്മുടെ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഇത് നല്ല ഒരു കാര്യമാണ്. ആദ്യം പറഞ്ഞത് അതെന്താണ്, മറ്റുള്ളവരുമായി സദൃശ്യത്തിലാവാൻ സാധ്യത ഉണ്ട് ആണ്. അത് നമുക്ക് വേണ്ട. പാല് തിളച്ചു വന്നിട്ട് എന്ത് വേണം, അടുപ്പിൽ വീഴണം, എന്നാൽ ആ ഒരു പാല് കാച്ചൽ ആവുകയുള്ളൂ. അങ്ങനെയൊന്നും ദീനിലില്ല. പരിശുദ്ധമായ ദീനിൽ പാല് കാച്ചലേ ഇല്ല, അങ്ങനെ ഒരു ചടങ്ങേ ഇല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, സ്വർഗത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ജിബ്രീൽ കൊന്നുകൊണ്ട് 2 പാത്രം കൊടുത്തു. ഒന്ന് പാലിൻ്റെ പാത്രം, മദ്യത്തിൻ്റെ പാത്രം. നബിതങ്ങൾ പാലിൻ്റെ പാത്രം തിരഞ്ഞെടുത്തു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടമുള്ള, അള്ളാഹു ഖുർആനിൽ സർട്ടിഫിക്കറ്റ് തന്ന ഈ ബറക്കത്തുള്ള ഭക്ഷണമാകുന്ന, പാനീയമാകുന്ന പാല് നമ്മുടെ ഒരു പുതിയ വീട്ടിൽ ഒരു ബറക്കത്തിനായി അല്പം തിളപ്പിച്ച് അത് അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും വരാനില്ല. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. പാല് കാച്ചൽ പാടില്ല, ഹറാമ്, ബിദ്അത്ത്, ശിർക്ക്, കുഫർ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കുക. പാല് കാച്ചുക, അത് ഏതാണ് നമുക്ക് അനുവദനീയമായത്, ഏതാണ് അനുവദനീയമല്ലാത്ത, അത് തിരിച്ച് മനസ്സിലാക്കണം. സ്വഹാബിമാർ ചെയ്തിട്ടുണ്ടോ, ഏത് സ്വഹാബിയുടെ വീട്ടിലാണ് പാല് കാച്ചിയത്, നബി തങ്ങൾ ഏത് വീട്ടിൽ പോയി പാല് കാച്ചി എന്നൊന്നും ചോദിച്ചാരും വരണ്ട. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു കുന്തവും കാണാൻ പറ്റില്ല, ഒരു ഹദീസും കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊക്കെ യൂട്യൂബിലൂടെയാണല്ലോ പരസ്പരം കാണുന്നത് അല്ലേ. ഞാൻ നിങ്ങളോട് വീഡിയോ സംസാരിക്കുന്നു, വീഡിയോയിലൂടെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളത് കേൾക്കുന്നു. ഇതിനെ വിമർശിക്കുന്ന, ഈ പാല് കാച്ചലിനെ വിമർശിക്കുന്ന ആളുകളെ മെയ്ക്കെടുത്ത് പ്രസംഗിക്കുന്നു. നബിതങ്ങളുടെ കാലത്ത് മെയ്ക്കുണ്ടോ? നബിതങ്ങളുടെ കാലത്ത് യൂട്യൂബ് ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ? അതൊക്കെ ഹറാമ്, ബിദ്അത്ത് എന്ന് പറഞ്ഞ് ആരെങ്കിലും പോകാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഏതാണ് ഹറാമ്, ഏതാണ് ബിദ്അത്ത് എന്ന് വ്യക്തമായി തിരിച്ച് മനസ്സിലാക്കണം. പാല് കാച്ചലെന്ന് കേൾക്കുമ്പോൾ തന്നെ വാളും പരിചയമായിട്ട് ഇറങ്ങുന്ന ഒരു സ്വഭാവം, അത് വളരെ മോശമാണ്. പാല് കാച്ചൽ നിർബന്ധമാണെന്ന് ഇസ്ലാമിലില്ല, അത് നമ്മളും പറയുന്നില്ല. പാല് കാച്ചിയാലേ വീട് കൂടൽ ശരിയാകൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. പാല് കാച്ചൽ സുന്നത്താണോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ ഞാൻ പാല് കാച്ചിയില്ലെങ്കിൽ ആ വീട്ടിൽ ഖൈറില്ല, അങ്ങനെയൊന്നുമില്ല. അതായത് ഒരു പുതിയ വീട്, അതൊരു ബർക്കത്തുണ്ടാവണം. അതിനെന്താണ്, ബർക്കത്തുള്ള ഭക്ഷണമാകുന്ന പാല് അത് തിളപ്പിക്കുന്നു, അത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് പുറത്തേക്ക്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ എന്താണ്, ഇസ്രാഫാണ്, പുറത്തേക്ക് കളയുക എന്ന്. അപ്പോൾ പാല് നമ്മൾ തിളപ്പിച്ചിട്ട് അത് എന്ത് ചെയ്യുക, കുറച്ച് ആളുകൾക്ക് കൊടുക്കുക. അതൊരു ബർക്കത്തിന് വേണ്ടിയാണ്, അതിലൊരു ഖൈറുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് നമ്മളത് പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പാലുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ പാല് തിളപ്പിച്ചില്ല എന്ന് വെച്ച് ഇപ്പോൾ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഒരാൾ വീട്ടിൽ ചെയ്ത് പാലൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനി പാല് തിളപ്പിച്ചാലോ അവിടെയും പ്രശ്നമൊന്നും വരാൻ ഇല്ല. അപ്പോൾ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക. പാല് കുടിക്കുന്നത് എങ്ങനെയാണ്, പാല് കുടിക്കുന്ന സമയത്ത് അമിഞ്ഞപ്പാല് കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. പാല് കൊടുക്കുന്ന സമയത്ത് ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പാല് കുടിക്കുമ്പോൾ 7 സുന്നത്തുകളുണ്ട്. പാല് കുടിച്ചു കഴിഞ്ഞ് പറയേണ്ട പ്രത്യേക ദുആയുണ്ട്. പാൽ എപ്പോഴാണ്, രാത്രിയിലാണോ, അതുപോലെ തന്നെ കിടക്കുന്ന സമയത്താണോ കുടിക്കേണ്ടത്, പിന്നെ ഏത് പാലാണ് നല്ലത്, ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളിൽ ഇതൊക്കെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് പാല് കൊടുക്കുക, അവർക്ക് ആരോഗ്യമുണ്ടാവാനും ബുദ്ധിശക്തിക്കൊക്കെ നല്ലതാണ്. കൊടുക്കുന്ന സമയത്ത് ഇത് മായം ചേർക്കാത്ത പാലാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാവർത്തികമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ പാലിൻ്റെ നദിയിൽ നിന്നും ആവോളം കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.